ഉടനെ വാർത്ത ഇപ്പം നിൽക്കുന്ന കാഞ്ഞിരപ്പള്ളി, അതായത് നേരെ 7 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മണിമലയ്ക്ക് വരുന്ന വഴിയാണ് പഴയിടം. ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയാണ് കേട്ടോ. ഇത് ഹൈവേയാണ്. എന്നാൽ ഈ പഴയിടത്തു നിന്നൊരു റോഡ് ഏതാണ്ട് 1 വർഷമായിട്ട് പണി തുടങ്ങിയിട്ട് കേട്ടോ. പഴയിടത്തു നിന്ന് ഈ റോഡ് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ഇപ്പം വാഹനങ്ങൾ പോകുന്നത് ഭൂരിഭാഗം വാഹനങ്ങൾ പൊൻകുന്നത്ത് ചെന്നിട്ട് ഏതാണ്ട് 4 കിലോമീറ്റർ ചുറ്റിയാണ് കാഞ്ഞിരപ്പള്ളി ചെല്ലുന്നത്. എടുത്തിരിക്കുന്ന കമ്പനിയൊക്കെ നിങ്ങൾക്ക് കാണാം. ബെഗോറ ഉണ്ടോ? ഇവിടെ പ്രേക്ഷകർ കാണുക. 1 വർഷമായി 7 കിലോമീറ്റർ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് ഇപ്പോഴും പകുതി പോലും ആയിട്ടില്ല പലയിടത്തും. ഇങ്ങനെ കുഴിച്ചിടുക. അതുപോലെ തന്നെ ഇപ്പോഴാണ് മഴയ്ക്ക് തുടക്കം കുറിച്ചത്. ഇതിനു മുമ്പ് ഏതാണ്ട് ഒരു കലുങ്ങിൻ്റെ നിർമ്മാണം കാഞ്ഞിരപ്പള്ളിക്ക് തൊട്ടടുത്ത് തന്നെ കലുങ്ങിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി ഏതാണ്ട് 1 മാസം മിച്ചം എടുത്തെന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് പണിയിൽ ഒച്ചിൻ്റെ വേഗതയായിരുന്നു. ഇപ്പം മഴയായപ്പോഴാണ് ഇവിടെ വന്ന് ഈ തോണ്ടി ഇപ്പോൾ കുഴിയെടുത്ത് നിങ്ങൾ നോക്കി പാലം നിർമ്മിക്കാൻ പോയി കഴിഞ്ഞ ഇടയ്ക്ക്. കണ്ടോ? ഇതാണ് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കാലതാമസം. ഫണ്ടിൻ്റെ ലഭ്യത കുറവുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഫണ്ടിൻ്റെ ലഭ്യത ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുക സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ കഴിഞ്ഞ ഇവിടുത്തെ MLA ആയിരുന്നു അഡ്വക്കേറ്റ് ജയരാജ് സാറ്. ഇപ്പോൾ MLA റോണി സാറാണ്. പുതിയ MLA കാഞ്ഞിരപ്പള്ളിക്ക് വന്നു. ഇത് കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർമൊഴി റോഡിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണ് ഈ 7 കിലോമീറ്റർ റോഡ്. ആനകുതിരയൊന്നും 7 കിലോമീറ്റർ റോഡേ ഉള്ളൂ. പക്ഷേ ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി പോയിക്കൊണ്ടിരുന്നത് കാഞ്ഞിരപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം സാധാരണക്കാരനൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഏതുവഴി 10-15 കിലോമീറ്റർ ചുറ്റി വേണം കാഞ്ഞിരപ്പള്ളിയിലെത്താൻ. അത് റാന്നിയിൽ നിന്ന് വരുന്നതിലെത്താനാണെങ്കിലും ദൂരെ കൂടുതലാണ്, മണിമലയിൽ നിന്ന് പോരാ കൂടുന്നതാണെങ്കിലും ദൂരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും നല്ല സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പൊൻകുന്നം അവിടെ 4 കിലോമീറ്ററോളം അടുത്തുണ്ട് കാഞ്ഞിരപ്പള്ളിയിലെത്താം. ഇത് ആണ് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എല്ലാം നിർമ്മാണം നടത്തിയില്ല. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ ഏത് തരത്തിലാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാഴ്ച. മനസ്സിലായല്ലേ? ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, ഈ കലങ്ങൾ കുഴി പിടിച്ചിട്ടേക്ക്. ഇപ്പം മഴയാണ്, ശക്തമായ മഴയാണ്. ഇപ്പോൾ ഒരു ദിവസം കൂടെ മഴ നിന്നാൽ ആ മഴയ്ക്ക് വെള്ളം വെട്ടി വിട്ടേക്കുന്നത്, ആ വെള്ളം പോകുന്ന സ്ഥലമാണ് കണ്ടോ. നോക്കിക്കോണം, അതിനപ്പുറത്തോട് ചെറിയ വെള്ളം പോകുന്നു. അപ്പം നല്ലൊരു മഴ പെയ്താൽ വെള്ളം ഇവിടെ ഇരിക്കും, ഇവിടെ എല്ലാം കവർ ചെയ്യും. കാരണം തോട് കണ്ടോ, ഇപ്പോൾ ഇവിടെ പ്രേക്ഷകർ ഒന്ന് നോക്കിക്കൊള്ളുക. അത് തോടാണ്. ആ തോട്ടിൽ നിന്ന് പോകുന്ന വെള്ളം വേറെ ചാവിലേക്ക് കണ്ടോ മാറ്റി വിടുകയാണ്. അത്രയും ചെറിയൊരു ഓവിൽ കൂടെ എന്ത് വെള്ളം പോകാനാണ്? മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പൊതുമരാമത്ത് വകുപ്പുകളുടെ പണിയുടെ സ്പീഡ്. അത് ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം സർക്കാരും ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പും ബന്ധപ്പെട്ട കാഞ്ഞിരപ്പള്ളി MLAയും ഈ റോഡിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് തീർത്ത് ജനങ്ങളുടെ വാഹന സൗകര്യവും ജനങ്ങളുടെ ജീവിതം കാരണം എന്നറിയാം, ഓരോരുത്തർ ഒരു ബൈക്കിൽ പോലും പോകാൻ വേണ്ടിയുള്ള സൗകര്യം ഈ റൂട്ടിലില്ലെന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. കാരണം നേരെ കരിക്കാട്ടൂർ വന്നു കഴിഞ്ഞാൽ ചേരപ്പാടി വഴി പോയാലും ചേരപ്പാടിയിൽ നിന്ന് നേരെ ചാടി അതുപോലെ അഞ്ചലിപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നാൽ പോലും അവിടെ നിന്നും ഏറ്റവും വലിയ ദുരിതമാണ് കാഞ്ഞിരപ്പള്ളിയിലെത്താൻ. മനസ്സിലായല്ലേ? ഈ ദുരിതം അടിയന്തരമായി പരിഹരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.